നമസ്കാരം. മുൻ എം.എൽ.എയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 6 CPM നേതാക്കളാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളാണെന്ന് CBI കോടതി കണ്ടെത്തിയത്. ഈ കേസ് CBI അന്വേഷിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 90 ലക്ഷത്തോളം രൂപയാണ്. കേസിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടുവെന്നും അപ്പീൽ പോകുമെന്നും പ്രഖ്യാപിക്കുന്നു CPM. ഗൂഢാലോചനാ സിദ്ധാന്തം CBIയുടെ കഥ മാത്രമായിരുന്നുവെന്ന് തെളിഞ്ഞുവെന്ന് പ്രഖ്യാപിക്കുന്നു പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. ശ്രീധരൻ നികൃഷ്ട ജന്മമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പെരിയ കേസിൽ നീതി നടപ്പായോ? നിരപരാധികൾക്ക് വേണ്ടി അപ്പീൽ പോകുമെന്ന് CPM പ്രഖ്യാപിക്കുമ്പോൾ ആരൊക്കെയാണ് ആ നിരപരാധികൾ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് ജയ്ക് സി തോമസ്, കോൺഗ്രസ് വക്താവ് രാജു പി നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ NV ബാലകൃഷ്ണൻ എന്നിവർ. ആദ്യം രാജു പി നായരിലേക്ക്. രാജു പി നായർ, ഈ കേസിന്റെ അന്വേഷണം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്തപ്പോൾ മുതൽ യഥാർത്ഥ പ്രതികളല്ല പിടിയിലായത് എന്ന് ആക്ഷേപിച്ചവരിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഉണ്ട്. അന്നത് പ്രതിപക്ഷ നേതാവും അതേക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കേരള പോലീസ് അറസ്റ്റ് ചെയ്തവർ, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തവർ, CBI അറസ്റ്റ് ചെയ്തവർ ഉൾപ്പെടെ ചിലരെ കോടതി കുറ്റവാളികളല്ല എന്ന് കരുതി വിട്ടയച്ചു. ഇപ്പോൾ ഈ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ വ്യത്യസ്ത തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഗൂഢാലോചന യഥാർത്ഥത്തിൽ തെളിഞ്ഞോ? നിങ്ങൾ ആരോപിച്ചത് ഗൂഢാലോചന നടത്തിയവരെയും പിടികൂടണമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ശിക്ഷാവിധിയിൽ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടോ? അല്ല, അത് എല്ലാം നമുക്ക് വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകമാണെന്നുള്ളത് നമുക്കിപ്പോൾ കുറ്റവാളികളാക്കിയിട്ടുള്ളവരുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി പഴയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വരെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം ഇതിനകത്ത് പാർട്ടി അറിഞ്ഞുകൊണ്ട് നടപ്പാക്കിയ അരുംകൊലയാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഇനി സംശയമില്ല. കാരണം ഇവരെല്ലാം TP ഇദ്ദേഹത്തിൻ്റെ വധം ഉണ്ടായിരുന്നല്ലോ. TPയുടെ വധത്തിനകത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. ഏറ്റവും ഉന്നതരായ അവിടുത്തെ നേതാക്കന്മാരാണ് അതിനകത്ത് പ്രതികളായിട്ട് മാറിയത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പാർട്ടി അറിഞ്ഞ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടപ്പാക്കിയ കൊലയാണ് ഇതെന്ന് അതിന് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അവർ വരുന്ന വഴി അവരുടെ ബസ് ഉൾപ്പെടെ മുതൽ കാര്യങ്ങളെല്ലാം അതിനുശേഷം തെളിവ് നശിപ്പിക്കുന്നതിനുൾപ്പെടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലുണ്ടായിരുന്നു എന്നത് വളരെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതിനകത്ത് കുറ്റവാളികളെ സംബന്ധിച്ച് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഉണ്ടായതുകൊണ്ടാണല്ലോ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കഴിഞ്ഞ് CBI വരുമ്പോൾ 4 പ്രതികൾ കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആരോപണവും ഇതിനകത്ത് തേച്ചു മായ്ക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതുൾപ്പെടെ എല്ലാം സ്ഥാപിക്കപ്പെട്ടു. ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ടിൽ ഹൈക്കോടതി പറഞ്ഞതെന്തായിരുന്നു? കോടതി എന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ട് മുഴുവൻ പ്രതികളായിട്ടുള്ളവരുടെ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ളതായിരുന്നു കുറ്റപത്രം. ആ കുറ്റപത്രവും വെച്ച് മുന്നോട്ട് പോയാൽ ഈ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ആ കുറ്റപത്രം റദ്ദാക്കിയതും CBIയെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഒരു ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വളരെ കൃത്യമായ ആസൂത്രണം ഇതിനകത്ത് നടന്നു എന്നുള്ളത് ഇതിനകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ MLAയുമായ കുഞ്ഞിരാമൻ ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നത് കൊലപാതക കുറ്റത്തിനല്ല, പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിനാണ്. അല്ല, ഞാൻ അത് തന്നെയാണ്. അങ്ങയുടെ ചോദ്യം വളരെ കൃത്യമാണ്. നാട്ടിലൊരു കൊലപാതകം ഉണ്ടാകുന്നു. നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നത്തിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ കൊലപാതകം നടക്കുന്നു. അങ്ങനൊരു കൊലപാതകം നടന്നാൽ ഒരു മുൻ MLAയും സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റും അംഗമായിട്ടുള്ള ഇദ്ദേഹം എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതികളെ ഇറക്കുന്നത്? വളരെ കൃത്യമല്ലേ? ഗൂഢാലോചനയ്ക്ക് അതിനപ്പുറം വലിയ തെളിവിൻ്റെ ആവശ്യമുണ്ടോ? നാട്ടിലൊരു കൊലപാതകം നടന്നാൽ കൊലപാതകത്തിൽ കുറ്റവാളികൾ ആരെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ എന്നല്ലേ പൊതുപ്രവർത്തകർ നിലപാടെടുക്കേണ്ട കാര്യമുള്ളൂ. സ്റ്റേഷനിൽ പോയി ഇറക്കിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ഗവൺമെൻറ് ഭരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രി സ്വന്തം പാർട്ടിയുടേതാവുമ്പോൾ, കണ്ണൂരുകാരനായ ആഭ്യന്തരമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹം അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃത്വവും അറിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പിന്നെ ന്യായീകരിച്ചത്. പോലീസിനെ സഹായിക്കാൻ ചെന്നതാണെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ മൊഴി. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു മുഴുവൻ ഘടകവും ഉൾപ്പെട്ട് അതിനു മുമ്പുണ്ടായിരുന്ന കൊലവിളികൾ മുതൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ പലരുടെയും പ്രസംഗങ്ങൾ മുതൽ എല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ 2 ചെറുപ്പക്കാരെ അവിടെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്ന, നാടിൻ്റെ നന്മയിൽ പങ്കാളികളായിരുന്ന ആ 2 ചെറുപ്പക്കാരെ കേവലം
ഒരു പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ വെട്ടിക്കൊല്ലുക എന്നുള്ളത് തീർച്ചയായിട്ടും കരുതി കൂട്ടി ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണല്ലോ. ഇതിനകത്ത് CPM അന്നു മുതൽ ഉന്നയിക്കുന്ന ന്യായീകരണം ഈ പീതാംബരനും ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനും തമ്മിലുണ്ടായ വ്യക്തിവൈരാഗ്യം അത് പീതാംബരനെ ആക്രമിക്കുന്ന ഒരു വധശ്രമ കേസിലേക്ക് എത്തുന്നു. അതിന് പ്രതികാരമായാണ്, ഇതൊരു വ്യക്തിവൈരാഗ്യത്തിൽ അധിഷ്ഠിതമായ ഒരു കൊലയാണ് എന്നാണ് CPM അന്നു മുതൽ ഉന്നയിക്കുന്ന ന്യായം. വ്യക്തിവൈരാഗ്യത്തിന് അധിഷ്ഠമായ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ കൂടി ചേർന്നാണോ വ്യക്തിവൈരാഗ്യത്തിന് ഇത് കണക്ക് തീർക്കുന്നത്? TPയുടെ ചന്ദ്രശേഖരന്റെയും കാര്യത്തിൽ വ്യക്തിവൈരാഗ്യമല്ലേ ഇവർ ആദ്യം പറഞ്ഞത്? പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നല്ലേ പറഞ്ഞത്? അവസാനം കോടതി വിധിച്ചപ്പോൾ കുഞ്ഞനന്തൻ മുതലിങ്ങോട്ടേക്ക് എത്ര പേര് കുറ്റവാളികളായി ശിക്ഷ അനുഭവിച്ചു ഇല്ലേ? അപ്പോൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഈ വിവരം മുഴുവൻ പുറത്തേക്ക് വന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി പാർട്ടിക്ക് ഇത് പറഞ്ഞെങ്ങനെ കൈയൊഴിയാൻ കഴിയുക? നാടിന്റെ സമാധാനം തകർക്കുന്ന രീതിയിൽ CPM കൊട്ടേഷൻ ഗുണ്ടകളുടെ പാർട്ടിയായിട്ട് CPMനെ ഭീകരവാദികളായി ചിത്രീകരിക്കണം. ഭീകരവാദികളായി തീവ്രവാദികൾ എന്ന് പോലും പറയുന്നില്ല. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസമാണ്. ആ എക്സ്ട്രീമിസം അല്ല, ഭീകരവാദികളായി ചിത്രീകരിക്കേണ്ട സാഹചര്യം ആസൂത്രണം ചെയ്ത് പാർട്ടി ഘടകങ്ങൾ പാർട്ടി തീരുമാനമെടുത്ത് കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭീകരവാദികൾ ചെയ്യുന്ന രീതിയാണത്. അങ്ങനെ ഭീകരവാദികളായി ഈ പാർട്ടിയെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്തിയിരിക്കുകയാണ് ഇല്ലേ? ഇവരുമായിട്ട് അങ്ങയുടെ വാദം മുഖവിലക്കെടുത്ത് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ ഈ കുഞ്ഞിരാമൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട്, അതുകൊണ്ടാണല്ലോ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതെന്നാണ് അങ്ങയുടെ വാദം. ഒരു ഏരിയ സെക്രട്ടറി ഉണ്ട്, 2 ലോക്കൽ സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ തുടക്കം മുതൽ നിങ്ങളുടെ ആരോപണം ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് എന്നാണ് അന്ന് ആരോപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയാണ്. നിങ്ങൾ തൃപ്തരാണോ എന്നാണ് എൻ്റെ ചോദ്യം. അഹിംസ തൃപ്തരല്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ സാമാന്യ രാഷ്ട്രീയ ബോധത്തിൽ ഞാൻ ചോദിക്കുകയാണ്, CPMന്റെ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഉൾപ്പെടെ ഒരു ഗൂഢാലോചന നടപ്പാക്കുന്ന ഈ കുറ്റകൃത്യത്തിൽ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ നടപ്പാക്കുമെന്ന് അങ്ങേക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ അറിയാതെ നടപ്പാക്കിയ ഒന്നാണെങ്കിൽ എൻ്റെയും അജിംസിൻ്റെയും ഉൾപ്പെടെ നികുതി പണമെടുത്ത് 90 ലക്ഷം രൂപയോളം ചെലവാക്കിക്കൊണ്ട് ഈ CBI വരാതിരിക്കാൻ വേണ്ടി എന്തിനാ സർക്കാർ ചെയ്തത്? നാട്ടിൽ നടന്ന ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ ഈ പാർട്ടിക്ക് ആരെയും സംരക്ഷിക്കേണ്ടതില്ലെങ്കിൽ ഏത് അന്വേഷണ ഏജൻസിയും വരട്ടെ, അന്വേഷിക്കട്ടെ, കുറ്റവാളികൾ ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ, ഞങ്ങൾക്ക് യാതൊന്നുമില്ല എന്ന് പറയുകയല്ലേ ചെയ്യുക. പകരം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യുകയും കൊലപാതകം നടത്തുകയും ആ കൊലപാതകികളെ സംരക്ഷിക്കാൻ കഴിയുകയും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പഴയ കുന്നിൻ്റെ മുകളിലൊക്കെ ഇരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ സംരക്ഷിക്കുകയും അവർക്ക് കേസ് നടത്താൻ പണസ്വരൂപിക്കുകയും അവർക്ക് പാർട്ടിയുടെ വക്കീലന്മാരെ കൊടുക്കുകയും ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൻ്റെ പണം ജനങ്ങളുടെ ആശയ്ക്ക് വിരുദ്ധമായി എടുത്തുപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനെ തടയാൻ ശ്രമിക്കുകയും കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും എല്ലാം ഒരു ഗൂഢാലോചനയുമില്ലാതെ CPM നടത്തിയ ശ്രമമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ചയ്ക്കിരുന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നുള്ളതിനപ്പുറം ജനങ്ങൾ വിശ്വസിക്കില്ല. സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നിങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ തന്നെ പോലീസ് അന്വേഷിച്ചിട്ടും കണ്ടെത്തിയത് ആരെയാണ്? അവിടെ പരമാവധി പോയാൽ ജില്ലാ നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അവരൊക്കെയാണ് പ്രതി ചേർക്കപ്പെട്ടത്. ഈ കേസിൽ നിങ്ങൾ സമാനമായ ആരോപണം ഉന്നയിച്ചു. CBI വന്ന് അന്വേഷിച്ചിട്ടും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് അപ്പുറത്തേക്ക് ഇത് പോയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഗൂഢാലോചന സിദ്ധാന്തം വെറും കഥ മാത്രമാണ് എന്ന് കോടതി കണ്ടെത്തിയെന്നാണ് ഇന്ന് CK ശ്രീധരൻ പറഞ്ഞത്. അല്ലല്ല, ഗൂഢാലോചന സിദ്ധാന്തം കഥയല്ല. നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ കേരളത്തിലുള്ള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വെച്ച് വാദിക്കുകയാണെങ്കിൽ VD സവർക്കർ മഹാത്മാഗാന്ധിയുടെ കേസിൽ പ്രതിയല്ല എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഇല്ലേ? അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ രാഷ്ട്രീയ ബോധം അതിനെ അനുവദിക്കുമോ? അതിനുശേഷം നടന്നിട്ടുള്ള ഈ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അജിംസ് അംഗീകരിക്കുമോ? ഈ പറഞ്ഞ ഇദ്ദേഹം പ്രതിയല്ലായിരുന്നു, മഹാത്മാഗാന്ധിയെ കൊന്നതിൽ പ്രതിയല്ലായിരുന്നു? അങ്ങനെയല്ലോ. ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, അങ്ങനെ CPMന് ഇതിനകത്ത് ഉന്നത തലത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ബന്ധങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് മറയ്ക്കാനുമില്ലെങ്കിൽ എന്തിനാണ് എൻ്റെയും അജിംസിൻ്റെയും നികുതി പണം എടുത്തുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ സർക്കാർ സുപ്രീം കോടതി വരെ പോയത്? എന്തിനാണ് ഇത്ര വലിയ അഭിഭാഷകരെ കൊണ്ടുവന്നത്? കേരളത്തിന് നമ്മൾ പണം കൊടുത്ത് തീറ്റിപ്പോരുന്ന ഗവൺമെന്റ് ലീഡറും ഉൾപ്പെടെയുള്ള മുഴുവൻ
സംവിധാനവും ഉള്ളപ്പോൾ ആ സംവിധാനങ്ങൾക്കപ്പുറത്ത് ഏറ്റവും മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഈ കേസ് അട്ടിമറിക്കാൻ ഈ പറയുന്ന ഏതെങ്കിലും കൊലപാതകികൾ ഈ CPM-ന്റെ ബന്ധുക്കാർ അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ബന്ധമില്ലെങ്കിൽ അവർക്ക് ഗൂഢാലോചനയില്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളാണ് അജിംസെ. ആ രാഷ്ട്രീയ ബോധ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ നടക്കുന്ന CPM നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളിലും CPM-ന്റെ ഉന്നത നേതൃത്വം ഇടപെട്ടുകൊണ്ട് നടത്തുന്നതാണ്, നിർദ്ദേശം കൊടുത്തുകൊണ്ട് നടക്കുന്നതാണ്. അത് നമുക്ക് തെളിയണമെങ്കിൽ, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ കേസിന്റെ നാൾ വഴികളും ആ കേസുകളെ എല്ലാം തടയിടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെയും നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ശ്രീ ജെയ്സി തോമസ്, നിരപരാധികൾ ഈ കേസിൽ കുറ്റവാളികളാക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അപ്പീൽ പോകുമെന്നാണ് CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇന്ന് പ്രഖ്യാപിച്ചത്. ആരാണ് ആ നിരപരാധികൾ? തീർച്ചയായിട്ടും ഈ പെരിയ കൊലപാതക കേസിനെ സംബന്ധിച്ച് അന്നു തന്നെ CPM-ന്റെ നേതൃധാരയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ കൊലപാതക കേസിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ CPM സ്വീകരിക്കുന്ന നിലപാടല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ കേരളം പോലെ ചെറിയൊരു ഭൂപ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. എല്ലാ മാധ്യമ പ്രവർത്തകരും സ്ഥാപനങ്ങളും അതിനെ ഓർമ്മിക്കാറും പങ്കുവെക്കാറും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളെ, രക്തസാക്ഷിത്വങ്ങളെ ഏറ്റുവാങ്ങി പ്രതിപകരമൊന്നും ചെയ്യാതെ പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രബുദ്ധതയ്ക്ക് മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു വാചകം, എന്നിട്ട് ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. തൃശ്ശൂർ സംസ്ഥാന സമ്മേളനം CPM-ന്റെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 14 ജില്ലകളിൽ കോൺഗ്രസ്സുകാരും RSSകാരും SDPIക്കാരും കൊന്നു തീർത്തു കളഞ്ഞ ഞങ്ങളുടെ സഖാക്കളുടെ ഓരോ രക്തസാക്ഷി കുടീരത്തിൽ നിന്നും ഒരു ദീപശിഖ റാലി ഉണ്ടായിരുന്നു. ആ ദീപശിഖ റാലിയാകെ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുമ്പോൾ ഒരു നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിപ്പമുള്ള മൃതദേഹങ്ങളിൽ നിന്ന്, ശവകുടീരങ്ങളിൽ നിന്ന് എടുക്കേണ്ട വന്ന രക്തസാക്ഷി സ്തൂപങ്ങളായിരുന്നു തൃശ്ശൂർ നഗരമെന്ന് സാക്ഷ്യം വഹിച്ചത്. മാധ്യമങ്ങൾ അത് കളറുള്ളൊരു വാർത്തയൊന്നുമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നഷ്ടങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ട വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് പെരിയയുടെ പശ്ചാത്തലത്തിൽ നിന്നല്ല, ഏത് തെറ്റായ സമീപനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കൊലപാതകങ്ങളെ ആകെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളൊരു കൊലപാതകയും സംരക്ഷിക്കുവാനോ അവർക്ക് വേണ്ടി എരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമെന്ന് തിരികെ പറയാനോ കൊലപാതക കേസിൽ പ്രതികളാകേണ്ട വന്നവർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാരുണികനായ മുൻ മുഖ്യമന്ത്രി കൊടുത്തതുപോലെ ലക്ഷക്കണക്കിന് രൂപ കൊലപാതകികളെന്ന് ജയിലിൽ കിടക്കുന്നവർ എന്നും കോടതി വിധിച്ചവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്യുന്നൊരു ഏർപ്പാട് CPIM-നില്ല. ഇവിടെയും സമീപനം അത് തന്നെയാണ്. പിന്നെ അങ്ങയുടെ നേരിട്ടുള്ള ചോദ്യത്തിലേക്ക് വന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, പോലീസിൽ നിന്ന് ഈ കേസ് CBI ഏറ്റെടുത്തതിന് ശേഷം പ്രതിപട്ടിക ഏതാണ്ട് 20ഓളമായി വിപുലപ്പെടുന്നുണ്ട്. 20ഓളമായി വിപുലപ്പെട്ട, അതായത് CBI പിന്നീട് പ്രതി ചേർത്ത 10 പേരിൽ 6 പേരെയും ഇന്നത്തെ 10 പേരിൽ 6 പേരെയും CBI പിന്നീട് പ്രതി ചേർത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന 10 പേരിൽ 6 പേരെയും ഇന്നത്തെ കോടതി വിട്ടയച്ചിരിക്കുന്നു. അതിൽ 4 പേർക്കെതിരെ മാത്രമാണ് കുറ്റം നിലനിൽക്കുന്നതായി കോടതിയുടെ ഭാഗമായി ഒരു പരാമർശം ഉണ്ടാകുന്നത്. അതിൽ തന്നെ പലർക്ക് നേരെയും ചുമത്തിയിട്ടുള്ള വകുപ്പ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവർക്കൊക്കെ എതിരെ ഇന്ന് കോടതി ചുമത്തിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വകുപ്പ് 225ആണ്. അതായത് കൊലപാതക ശ്രമമോ കൊലപാതക ശ്രമത്തിന്റെ കോൺസ്പിറസിയോ ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഇരന്നു വാങ്ങിയ ചത്തുപോയി എന്ന് കാസർഗോഡ് MP പറഞ്ഞ അനുഭവങ്ങളോ ഒന്നും ചെയ്തവരല്ല അവർ പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വകുപ്പാണ് CPIM-ന്റെ നേതൃധാരയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ഇന്ന് ചുമത്തിയിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ പാർട്ടിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അവർക്ക് നീതി ലഭ്യമാകുന്നതിന് വേണ്ടി സ്വാഭാവികമായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഉറപ്പു നൽകുന്ന അവസാന വഴിയും പാർട്ടി സ്വീകരിക്കും. അതൊരു മനുഷ്യാവകാശ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, ഈ പ്രതികൾ പോലീസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് ആരുടെ താല്പര്യമാണ് അന്ന് ഈ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കാണിച്ചത്? അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ആ കൊലപാതകത്തിന്റെ സമയത്തെ ന്യൂസ് ബൈറ്റുകൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള നിയമസഭാ രേഖയിലെ പ്രതികരണങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും. പെരിയ ഉൾപ്പെടെയുള്ള കൊലപാതകത്തെ ഒന്നിനെയും, പ്രത്യേകിച്ച് പെരിയ ഉൾപ്പെടെ ഒന്നിനെയും ആ സമയത്ത് പാർട്ടി സംരക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അത് തെറ്റ് എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കൊലപാതകത്തിന്റെ മറവിൽ രാഷ്ട്രീയമായി CPIM-ന്റെ ജീവനെടുക്കാൻ അവിടെ
ഈ സംഘങ്ങൾ അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് പീതാംബരനെയും മറ്റു ചിലരെയും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കൊലപാതക ശ്രമക്കേസിൽ ഈ കേസിൽ വധിക്കപ്പെട്ടു പോയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ റിമാൻഡിലായതിനു ശേഷം പുറത്ത് ഈ അക്രമത്തിനിരയാകേണ്ട വന്ന പീതാംബരന് സംഘവും നടത്തിയ ആക്രമണത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന 2 പേരുകാരും വധിക്കപ്പെട്ടത്. അതായത് നമ്മളെ കൊല്ലാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ കൊല്ലാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ പാർട്ടി സ്വീകരിച്ച അഭിപ്രായം. എന്നാൽ ഞങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം ജീവനോടെ വന്നു. എന്നാൽ ഇത് എരന്നു വാങ്ങി മരിച്ചതാണ്, ഇത് ചോദിച്ചു വാങ്ങിയ ഏർപ്പാടാണ്. പോലീസ് അന്വേഷണത്തിൽ പോലും ഈ കുത്തിക്കൊലയെ കുറിച്ച് പറയുന്നില്ല. അവർ തമ്മിൽ സംഘടനമുണ്ടായി, അതിൽ കാലൊടിഞ്ഞു പീതാംബരന്റെ, അതിന്റെ പ്രതികാരമാണെന്നാണ് കേരള പോലീസ് അന്വേഷണത്തിൽ പോലും കണ്ടെത്തിയത്. കൊലപാതക ശ്രമമുണ്ടോ? അങ്ങനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചിരുന്നോ? അതായത് അപ്പൊ പോലീസിന്റെ റിപ്പോർട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ആ സമയത്തെ നിയമസഭാ രേഖയിൽ ചോദ്യത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങയുടെ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടിയിലേക്ക് തന്നെ ഞാൻ വരാം. കാസർഗോഡ് ജില്ലയിലെ കല്ല്യൂട്ട് CPIM പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ആ ചോദ്യത്തിന് അങ്ങയുടെ കൂടെ ചോദ്യത്തിനുള്ള നേരിട്ടുള്ള മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന്, അതായത് 6/2/2019 കേരളത്തിന്റെ നിയമസഭാ ചോദ്യം നമ്പർ 1998 ചോദ്യത്തിന് മറുപടി ബഹുമാന്യ മുഖ്യമന്ത്രി നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 2019/143, 147, 148, 324, 325, 307 നിർബന്ധമായും അഭിഭാഷകര പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത എനിക്കും അങ്ങേക്കും മനസ്സിലാക്കാൻ കഴിയും. 308ഉം 307ഉം എന്ന് പറയുന്നത് വധശ്രമത്തിനുള്ള വകുപ്പുകളാണ്. 308 ഞാൻ മനസ്സിലാക്കുന്നു ബോധപൂർവമല്ലാത്ത വധശ്രമവും, 307 അങ്ങയെ കൊല്ലാൻ വേണ്ടി കൊല്ലപ്പെട്ടത്. ശരി, ഈ കേരള പോലീസും ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തൊരു സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമ്പോൾ അതിനെതിരെ ഏതാണ്ട് 1 കോടിയോളം രൂപ മുടക്കി CBI അന്വേഷണം വേണ്ട എന്ന് നിങ്ങൾ ആ പണം മുടക്കി അതിനുവേണ്ടി പുറപ്പെട്ടതെന്തിനാണ്? നിങ്ങൾ തള്ളിപ്പറഞ്ഞതാണ് ആ കൊലപാതകമെങ്കിൽ? അല്ല, ഞാൻ അങ്ങയുടെ നേരിട്ടുള്ള ചോദ്യത്തിന് ഞാൻ വേറെ ചരിത്രമോ ഞങ്ങൾക്ക് മാത്രം സമീപത്ത് നേരിടേണ്ട വന്ന രക്തസാക്ഷിത്വങ്ങളുടെ അനുഭവങ്ങളോ കോൺഗ്രസും SDPയും BJPയും ചേർന്ന് ഏകപക്ഷീയമായി കൊന്നുകളഞ്ഞ സമീപത്തെ അനുഭവങ്ങളോ ഒന്നും ഞാൻ വിശദീകരിച്ചില്ല. ആ ചരിത്രത്തിലേക്ക് പോകുന്ന നിങ്ങൾ പലർക്കും പത്യമാവില്ലല്ലോ. ഇപ്പോഴത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ഞങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഒരാൾക്കും വിഷമം തോന്നാവില്ല. ശീതീകരിച്ച മുറിയിൽ കോട്ടിട്ടിരിക്കുന്ന ഒറ്റയൊരുത്തനും അതിനകത്ത് പ്രയാസവും തോന്നാറില്ല. ഒരാളും ചർച്ച ചെയ്യാൻ വരാറുമില്ല. ഞാൻ അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് പോയില്ല. CPM-കാരൻ കൊല്ലപ്പെടുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പ്രശ്നമില്ല, ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് പോലും പ്രശ്നമില്ല എന്നാണ് അങ്ങ് പറഞ്ഞതിനർത്ഥം. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ എന്താണ് രക്തസാക്ഷികളുടെ എണ്ണത്തെക്കുറിച്ച് തൃശ്ശൂർ നഗരത്തിൽ ഉണ്ടായ രക്തസാക്ഷികളുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടിരിക്കുകയായിരുന്നു. എനിക്ക് പരിചയമുള്ള എത്രയോ രക്തസാക്ഷികൾ എൻ്റെ പരിസരങ്ങളിൽ നിന്ന് എത്രയോ പേർ CPM രക്തസാക്ഷിയായിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമില്ല എന്ന് അങ്ങ് ദുസ്സൂചനയോടെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയൊക്കെ ഉള്ളൊരു പാർട്ടി, ഈ കൊലപാതകളെ തള്ളിപ്പറഞ്ഞ പാർട്ടി എന്തിനാണ് CBI അന്വേഷണത്തെ ഭയപ്പെട്ടത്? തീർച്ചയായിട്ടും അങ്ങയുടെ മുൻ പ്രതികരണത്തിനൊരു വാചകം കൊണ്ട് മറുപടി പറഞ്ഞിട്ട് അങ്ങ് CBI അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ സത്യസന്ധമായും അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങയുടെ ഉള്ളിലെ മനുഷ്യന് വിഷമമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതും അങ്ങനെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. കാരണം കൊലപാതകം CPM-നുണ്ടാകുമ്പോൾ മാത്രം വേദനിക്കുകയും മറ്റിതര ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് സത്യസന്ധമായും മനുഷ്യരായി പറഞ്ഞ ആൾക്കും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇതിനകത്തെ ഒരു ഇരട്ടത്താപ്പുണ്ട്, ഒരു സെലക്റ്റീവ് പക്ഷപാതിത്വമുണ്ട് എന്ന എൻ്റെ പ്രതികരണമാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങേക്ക് സത്യസന്ധമായും വ്യക്തിപരമായും വിഷമം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നു. പക്ഷെ അങ്ങൊന്ന് ആലോചിച്ചു നോക്ക്, കേരളത്തിൽ സമീപ വർഷങ്ങൾക്കിടയിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രം. ധീരജ് രാജേന്ദ്രനെ കൊന്നുകളഞ്ഞില്ലേ? അദ്ദേഹത്തെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതി നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ വടകര MP-യോടും പാലക്കാട് MLA-യോടും ഒപ്പം പരസ്യമായി നടന്ന് വോട്ട് ചോദിച്ചിട്ടില്ലേ? പൊള്ളിയിട്ടുണ്ടോ കേരളത്തിൽ മാധ്യമ പ്രവർത്തകരെന്ന് മേനിനടിച്ച് സാധാരണഗതിയിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്, ഏതെങ്കിലും ഒരുവന് കൊലക്കേസ് പ്രതി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വോട്ട് ചോദിക്കാൻ ഓരോ മണ്ഡലത്തിലും വന്നു? 1-ാം പ്രതിയാണ് വന്നത്. ഒറ്റക്കുത്തിന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ക്യാമ്പസിനുള്ളിൽ കയറി കൊന്നുകളഞ്ഞവനാണ്. അയാളെക്കുറിച്ച് KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇത് ചോദിച്ചു വാങ്ങിയതാണ്, ഞങ്ങൾ ഈ കൊലപാതകയെ സംരക്ഷിക്കുമെന്നാണ്. ആർക്കാ പൊള്ളലുണ്ടായത്? സനൂപിനെ അങ്ങേക്കറിയുമോ?
ഹക്ക് മിഥിലാജിനെ അങ്ങേക്കറിയുമോ? കായംകുളത്തെ സിയാദിനെ അങ്ങേക്കറിയുമോ? ഇതൊക്കെ സമീപത്ത് ഏകപക്ഷീയമായ പ്രതികരണങ്ങൾ മാത്രമാണ്. തിരികെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അങ്ങ് സത്യസന്ധമായി ഒന്ന് പറ. ഹക്ക് മിഥിലാജും സനൂപും ധീരജ് രാജേന്ദ്രനും ഇതിങ്ങനെ പ്രതികരണമില്ലാതെ അവരുടെ മരണം എന്തോ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ഹക്ക് മിഥിലാജ് തന്നെയാണോ? അങ്ങ് മനസ്സിലാക്കുന്നത് എന്താ? ആനാട് ജയൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ലേ? ആ കേസിൽ പ്രതികളാക്കപ്പെട്ടവരാരാ? ഓ, അപ്പൊ അങ്ങ് ഡിവൈഎഫ്ഐയുടെ 2 പേർ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യത്തിലേക്ക് വരൂ പ്ലീസ്. ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള ഒരു പാർട്ടി CPM തന്നെയാണ്. കണക്കെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPM ഒരു വെബ്സൈറ്റ് പരിശോധിച്ചാൽ പോലും കൂടുതൽ രക്തസാക്ഷികൾ നിങ്ങൾക്കാണ്. അതിൽ നമുക്ക് തർക്കമില്ല. അങ്ങനെ ആരും കൊല്ലപ്പെടരുത്. നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യരുത്. നിങ്ങൾ ഭരിക്കുമ്പോൾ അതൊട്ടും പാടില്ല. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെയും കൊല്ലരുത്, നിങ്ങളും കൊല്ലപ്പെടരുത്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ ചോദ്യം, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ CBI അന്വേഷണത്തെ ഭയപ്പെട്ടത്? തീർച്ചയായിട്ടും, അതായത് കേരളത്തിൽ കോൺഗ്രസും RSSും SDPയും ചേർന്ന് ഏറ്റവും കൂടുതൽ കൊന്നു തീർത്തത് CPIM-നെയാണ്, ഇടതുപക്ഷത്തെയാണ്. പക്ഷെ അതുകൊണ്ട് അങ്ങ് ചോദിക്കുന്നു, CBI അന്വേഷണത്തെ നിങ്ങൾ എന്തിന് ഇത്രയോ ലക്ഷത്തോളം കോടിയോളം വലിപ്പമുള്ള തുക ഉപയോഗിച്ച് CBI അന്വേഷണത്തെ എന്തിന് ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളത്? CBI അന്വേഷണത്തോട് കേരളത്തിലെ ഗവൺമെന്റിന് രാഷ്ട്രീയമായ എതിർപ്പുണ്ട്. അത് ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അല്പകാലം മുമ്പ് വരെ വയനാട് MP ആയിരുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇവിടെ അങ്ങ് സൂചിപ്പിച്ച സഹപാനലിസ്റ്റായ കോൺഗ്രസ് നേതാവിന്റെ സന്തത നേതാവ്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? അദ്ദേഹം ഈ CBI കുറിച്ച് പറഞ്ഞത് അങ്ങേക്ക് അറിയുമോ? ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് DPD എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അന്വേഷണ സംഘങ്ങളെ RSSന്റെ വാലാട്ടി പട്ടികളായി മാറിയിട്ടുള്ള CBI, NIA, ED, IT ഈ സംഘങ്ങളെ ഉപയോഗിച്ച് കേരളത്തിൽ രാഷ്ട്രീയ പ്രതിപക്ഷത്ത് കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും വേട്ടയാടാൻ ശ്രമിക്കും. ആ വേട്ടയാടലിന്റെ അനുഭവം ഞങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് CBI ഞങ്ങൾ എതിർത്തത്. അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ നിയമം വഴി സാധ്യമായ വഴികൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ CBI എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഈ കോൺഗ്രസ് സഹപാനലിസ്റ്റിന്റെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നാദാപുരം കേസിൽ ഷിബിനെ കൊന്നുകളഞ്ഞ കേസിലെ 1-ാം പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയി, കൊലക്കേസ് പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് കൊടുത്ത ഇന്ന് ആ ലക്ഷങ്ങൾ നീ ഇനിയും കൊണ്ട് കൊന്നു. ആ പ്രോത്സാഹനം ഞങ്ങൾക്കില്ല. ചോദിച്ചു വാങ്ങിയത് ചത്തുപോയത് എന്ന് കാസർഗോഡ് MP പറഞ്ഞത്, ആ പ്രതികരണം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേർക്ക്, ഒരു കോൺഗ്രസ് നേതാവിന്റെ നേർക്ക് ഞങ്ങൾ നടത്തില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയം പഠിച്ചത് കോൺഗ്രസ് ആഫീസിന്റെ തിണ്ണയിൽ നിന്നല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത്. CBI നിങ്ങളെ വേട്ടയാടുമെന്നുള്ള ഭയത്താൽ നിങ്ങൾ CBI അന്വേഷണത്തെ എതിർത്തു. ആ ഒരു വാലിഡ് പോയിന്റ് ആണ്. എന്റെ ചോദ്യം, ഈ CBI വന്നു എന്നിട്ടും നിങ്ങൾ ഭയന്നൊന്നും സംഭവിച്ചില്ലല്ലോ. അതായത് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഗൂഢാലോചനയിലെല്ലാം അങ്ങ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പിന്നെ എന്തൊരു അതിക്രിയയാണ് CBI അന്വേഷണത്തിൽ ഉണ്ടായത്? എന്തിനാണ് 88 ലക്ഷം ചെലവാക്കിയത്? CBI അന്വേഷണത്തിന്റെ എത്രയെത്ര അനുഭവങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇതിൽ പ്രതിയേർക്കപ്പെടേണ്ട ആളായിരുന്നില്ലല്ലോ. ഉദുമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൽ പ്രതിയേർക്കപ്പെടേണ്ട ആളായിരുന്നില്ലല്ലോ. CBI-യും കേരളത്തിൽ അവർ ലീക്ക് ചെയ്ത് കൊടുത്ത അപ്പക്കഷ്ണങ്ങളും രുചിച്ചിട്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഓരോ ദിവസവും CPM-നെടുത്ത് നടത്തിയ വിചാരണയും വാർത്താവിന്യാസവും എന്തായിരുന്നു? ആ വാർത്താവിന്യാസത്തെയും വിചാരണയും പൊളിച്ചു കളയുന്ന അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഭാഗികമായിട്ടെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്, CBI വേട്ടയാടിയിട്ടില്ല എന്ന്. അങ്ങേക്ക് ഏതെങ്കിലും ഒരു താൽക്കാലിക കേസിന്റെ വിചാരണ ഘട്ടത്തിൽ അങ്ങേക്ക് സത്യസന്ധമായും തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമോ? വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ CBI ആരെയാണ് വേട്ടയാടാത്തത്? RSSനെതിരെ ശബ്ദിക്കുന്ന, വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയുടെ കൊടിയുയർത്തുന്ന ആരെയും CBI വേട്ടയാടും. അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ ഈ കോൺഗ്രസ് നേതാവിന്റെ സഹചാരിയായ PC വിഷ്ണുനാഥ് ഈ മീഡിയ വൺ ചാനലിൽ ഇരുന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് BJP-യിൽ ചേർന്നപ്പോ അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞു. കാരണം എന്താ? CBI വീട്ടിൽ വന്നു. അപ്പോ രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് BJP പോകാതെ മറ്റു മാർഗമില്ല. BJP-യിൽ പോകാതെ ഇപ്പോഴും BJP-യെ എതിർത്തുകൊണ്ട്, CBI-യെ എതിർത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്നെങ്കിൽ അല്പം കരുത്തു വേണം. അത് കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വയനാട് മുൻ MP-ക്ക് എന്തായാലും നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് DPD എന്ന ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന അദ്ദേഹം ഈ സംഘത്തെ വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ആ നിലപാടുണ്ട്. ഈ കേസിന്റെയും CPM സവിശേഷമായി ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ചില ചോദ്യങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാവുന്നതിന് ചില കാരണങ്ങളുണ്ട്, മുൻകാല ഉദാഹരണങ്ങളുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാക്കപ്പെട്ട നിങ്ങൾ കൊട്ടേഷൻ സംഘമെന്ന്, ഞങ്ങളെ ആളുകളല്ല, കൊട്ടേഷൻ സംഘക്കാരാണെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ, നിങ്ങൾ അവർക്ക് കൊടുത്ത പിന്തുണ, ഒരു പ്രതിയുടെ കല്യാണം നടത്താൻ ഇപ്പോഴത്തെ സ്പീക്കർ പോയത് പോലും വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. അതിൽ വിഷമിക്കരുത്, ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇവിടെ
ഇതൊരു വ്യക്തിപരമായ സംഘടനമായിരുന്നുവെന്നും ഒരു വ്യക്തിപരമായ വധശ്രമത്തിനുള്ള പ്രതികാരമായി ഒരു CPM-കാരൻ നടത്തിയ കൊലപാതകം, അയാളുടെ കൂട്ടാളികൾ നടത്തിയ കൊലപാതകം, അതിൽ രാഷ്ട്രീയമില്ല. പകരം CBI വന്ന് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കുഞ്ഞിരാമനെ ഇതിൽ ഉൾപ്പെടുത്തുന്നു, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ CBI അന്വേഷണത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചത്. CBI രാഷ്ട്രീയ വേട്ടയ്ക്ക് ഈ കേസ് ഉപകരണമാക്കുമെന്നുള്ള ഭയത്താലാണ് എന്നാണ് CPM-ൻ്റെ ഒരു വാദം. ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന ഉറച്ച നിലപാട് ഇപ്പോൾ CPM-നുണ്ട്. മാത്രമല്ല, ഇതിൽ നിരപരാധികൾ പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി അപ്പീൽ പോകുമെന്നും പ്രഖ്യാപിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ നിലപാട് സത്യസന്ധമാണോ? നമുക്ക് കൃത്യമായിട്ട് അജിംസെ അത് കൃത്യമായിട്ട് അറിയാമല്ലോ. എല്ലാ സംഭവങ്ങളിലും CPM എടുത്തുകൊണ്ടിരിക്കുന്ന ചില ഡിഫൻസ് ഉണ്ട്. അതൊക്കെ ഇതുപോലെ തന്നെയാണ്. ഒരു അശ്ലീലമായി നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതിലൊരു അർത്ഥമില്ല എന്നുള്ളത് നാട്ടിലെ ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഇപ്പം നമ്മൾ ഈ പെരിയ കൊലപാതകത്തിൻ്റെ പ്രശ്നം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സഹകരണ കോളേജിനകത്ത് വെച്ച് KSU പ്രവർത്തകരായിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നു. SFIക്കാരുമായി സംഘർഷത്തിൽ ഉണ്ടാവുന്നു. ആ സംഘർഷത്തിനെ തുടർന്ന് പിന്നെ ഈ പെരിയ ഈ കോളേജിൻ്റെ ബസ് ഈ കല്യോട്ട് പിടിച്ച് നിർത്തിയിട്ട് അവിടെ സംഘർഷം ഉണ്ടായിന്ന് കോൺഗ്രസ്സുകാർ സമ്മതിക്കുന്നില്ല. പക്ഷേ പ്രശ്നം ഉണ്ടാവുന്നു. വീണ്ടും കോളേജിന് സംഘർഷം ഉണ്ടാവുന്നു. അങ്ങനെ തുടർച്ചയായി ഉണ്ടായി വന്നിട്ടുള്ള രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ട് പിന്നെ അത് രാഷ്ട്രീയ പ്രശ്നമേ അല്ല, വ്യക്തിവൈരാഗ്യമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആളുകളെ എന്താണ് പറയുക തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി CPM സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുന്ന അടവുകളാണ്. പക്ഷേ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇതൊന്നും ഈ പുതിയ ലോകത്ത്, ഇത്രയേറെ മീഡിയ വികസിച്ച ഒരു ലോകത്ത് ഇതുപോലുള്ള കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടൊന്നും ആളുകൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഏത് കൊലപാതകത്തിനെ കുറിച്ച് പറയുമ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ്, ഞങ്ങളെ ആളുകളാണ് ഏറ്റവും കൂടുതൽ കൊലയത്. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു കണക്കെടുപ്പ് പരിപാടിയാണോ ഇത്? അങ്ങനെയാണോ ഈ പ്രശ്നത്തിനെ CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കാണേണ്ടത്? നിങ്ങൾ ഓർക്കണം, വധശിക്ഷ പാടില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. വധശിക്ഷ പാടില്ല, അത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒന്നാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിനകത്ത് ഒരു കാരണവശാലും ഇതുപോലുള്ള കൊലപാതകങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ നിയമപരമായി കൊല്ലുന്നത് പോലും ശരിയല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് അതിന് പകരമായിട്ട് എന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സെൻസസ്, അതിൻ്റെ ഒരു കണക്കെടുപ്പുകളൊക്കെ നമ്മൾ നടത്തിയാൽ, ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ പോകുന്നില്ല, CPM-ൻ്റെ ധാരാളം പേർ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങേയറ്റം വേദനാജനകമായ കൊലപാതകങ്ങൾ, അങ്ങേയറ്റം വേദനാജനകമായ നഷ്ടങ്ങളൊക്കെ CPM-ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം എന്താണ്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇപ്പം നമ്മുടെ അജിംസിനെ പോലുള്ള മാധ്യമ പ്രവർത്തകന്മാർ ഒരു സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശം എടുത്തിട്ട് അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്നതെന്ന് പഠിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. നമ്മുടെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഒക്കെ പിറകിലുള്ള ഒരു പ്രശ്നം ഏതെങ്കിലും പ്രദേശത്തിൻ്റെ മേധാവിത്വവുമായി ബന്ധപ്പെട്ട്, ആ മേധാവിത്വം നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന തർക്കങ്ങളും, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രദേശത്ത് RSS കടന്നു വരുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി ഗ്രാമത്തിനകത്തേക്ക് കോൺഗ്രസ് വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ RSSന്റെ ഒരു പ്രദേശത്തേക്ക് CPM കടന്നു വരുന്നു പറയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടി, അതാണ് അങ്ങനെയാണ് ഒരു സംവിധാനത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങളോടൊപ്പം നിന്ന് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വെച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളെ കൂടെ അണിനിരത്തുന്നതിനു പകരം ഓരോ പ്രദേശത്തും മേധാവിത്വം സ്ഥാപിക്കുകയാണ്. ആ മേധാവിത്വം ബാലകൃഷ്ണൻ അത്തരം പ്രവണതകളെ CPM തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം. അത്തരം സംഭവങ്ങളുടെ എണ്ണത്തിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള കുറവ്, ഇത് അതിലൊരു അപവാദമാണ് ഈ പെരിയ കൊലക്കേസ്. അതുകൊണ്ടാണ് CPM അത് ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയമല്ല, വ്യക്തിപരമായ തർക്കങ്ങളാണെന്ന് അവർ പറയാനുള്ള കാരണം അതാണ്. ഒരു കാര്യം സത്യമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നേരത്തെ CPM സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ, CPM-ഉം RSS-ഉം ഒരേപോലെ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെയിനായിട്ട് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പുറത്ത് 2 ആൾ മരിച്ചാൽ, CPM-ന്റെ 2 പേര് മരിച്ചാൽ ഉടനെ തന്നെ CPM-ന്റെ ആളുകൾ എണ്ണം തയ്ക്കുന്നതിന് ഇപ്പുറത്ത് 2 RSS-കാരനെ കൊല്ലും. അവർ യഥാർത്ഥ RSS പ്രവർത്തകരാണെന്ന്. ഈ RSS-കാർ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനായിട്ടാണ് കേരളത്തിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പുതിയ കാലത്ത് അത് തുടരുക സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ
ചെന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ RSS CPM സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മിസ്റ്റർ എം എന്ന് പറയുന്ന ഒരാളും ഒക്കെ ആയിട്ട് ചർച്ച നടക്കുക, സന്യാസിയായിട്ട് ചർച്ച നടക്കുകയും RSS ഒരാൾ ചർച്ച നടക്കുക, അയാൾക്ക് ഭൂമി കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കണ്ണൂരിൽ തന്നെ നിങ്ങൾ പരിശോധിച്ച കണ്ണൂരും കാസർഗോഡ് നോക്കിയാൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ട് കേരളത്തിന്റെ കവികളും സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും അതുപോലെ ഈ കൊലപാതകം നടത്തരുതെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ ക്യാമ്പയിൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ കൊലപാതകങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഇന്നില്ല എന്നൊരു വസ്തുതയാണ്. ഈ കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഷുഹൈബ് വധത്തിനൊക്കെ ശേഷം രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് രാജു പി നായർ ആരോപിച്ചതുപോലെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആർക്കും അറിയാം, CPM-ന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് ഈ കൃപേഷും ശരത്ലാലും ഒക്കെ വരുന്നൊരവസ്ഥ. അവിടുത്തെ വലിയ വാദ്യ സംഘത്തിന്റെ പ്രവർത്തകന്മാരും ഒക്കെ ആയിട്ട് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാർ അവരുടെ കണ്ണിലെ കരടായി തീരുന്ന സമയത്താണ് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടുപേരെയും കൊല്ലാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ആ പ്രദേശത്തെ എനിക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ചിട്ട് അതിനൊക്കെ കാര്യങ്ങൾ എത്രമാത്രം ചെയ്യുന്നു പറയും. ഒരാളെ ശരത്ലാലിനെയാണെന്ന് തോന്നുന്നുണ്ട് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ആ ഒരു വലിയ മതിലിന് മുകളിൽ ചാടിയിട്ട് ആദ്യം വെട്ടി, അങ്ങനെ ആണ് രണ്ടുപേരും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ശരിയാണ്, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇങ്ങനെ തുടർന്നു പോകട്ടെ എന്നൊരു തീരുമാനം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇത് ആസൂത്രിതമായ കൊലപാതകമാണ്, തീരുമാനിച്ചതാണ്. അതിന്റെ ഗൂഢാലോചനകൾ നടന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. CBI-യുടെ അന്വേഷണത്തിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ CBI അന്വേഷണം തെറ്റാണ് എന്നാണ് ജയ്ക്ക് പറയുന്നത്. CBI പോലൊരു ഏജൻസി പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ഇയാളെ, നിങ്ങൾ ഈ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ അത് നിഷ്പക്ഷമാകുമെന്ന് പറയാൻ പറ്റുന്ന സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ടോ? നമ്മുടെ മുമ്പിലുള്ള അനുഭവം വെച്ചിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട് ചെന്നെത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്തൊക്കെ എത്രയേറെ അപഹാസ്യമാണെന്ന് നമുക്ക് അനുഭവങ്ങളുടെ അടിസ്ഥാനത്ത് പറയാൻ പറ്റാലോ. ഇനി അതുപോലെ തന്നെ CBI-നോടുള്ള പൊതു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ലക്ഷം കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് CBI അന്വേഷണത്തെ ഞങ്ങൾ എതിർത്തതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുൻകൈ എടുത്തിട്ട് ഒരുപാട് CBI അന്വേഷണം കേരളത്തിൽ നടത്തിയിട്ടില്ലേ? ഏറ്റവും അവസാനം നമ്മളെ വയനാട്ടിലെ സംഭവത്തിൽ പോലും അവരുടെ അമ്മ വന്നിട്ട്, സിദ്ധാർത്ഥന്റെ അമ്മ വന്നിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഉടനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ അമ്മയ്ക്ക് അതാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് CBI അന്വേഷണത്തിന് വിടുന്നു. നേരത്തെ മഹിഷ വന്ന് കണ്ടിട്ട് ജിഷ്ണു പ്രണോയുടെ അമ്മ വന്ന് കണ്ടപ്പോൾ നിങ്ങൾ അത് CBI അന്വേഷണത്തിന് വിട്ടു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള നമ്മുടെ ഈ വിവാദ നായികയുടെ ഒരു പരാതി വന്നപ്പോൾ നിങ്ങളത് CBI അന്വേഷണത്തിന് വിട്ടു. അവിടെയൊന്നും നിങ്ങൾക്ക് CBI-യുടെ അന്വേഷണം മോശമാണെന്ന് തോന്നുന്നില്ലല്ലോ. ഇത്തരം പ്രശ്നം, അതായത് എടുക്കുന്ന ഒരു നിലപാട് സത്യസന്ധമായിരിക്കണം, ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നതായിരിക്കണം. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇക്കാര്യത്തിലൊന്നും CPI മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവരത് അംഗീകരിക്കുന്നുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, രാജു പി നായർ, ഈ ഗൂഢാലോചനയിലേക്ക് തന്നെ മടങ്ങി വന്നാൽ അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പ്രതികളെ ഇറക്കാൻ പോകുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറിയും അറിയാതെയായിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ CPM ഉറച്ചു വിശ്വസിക്കുന്നത് CBI വന്നതിന് ശേഷം പ്രതിയേർത്ത ആളുകൾ, ഈ പറയുന്ന കുഞ്ഞിരാമനാകട്ടെ, ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ, ഇവരൊക്കെ ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതിയേർക്കപ്പെട്ടവരാണ് എന്നാണ്. തികച്ചും പ്രാദേശികമായൊരു തർക്കം, അതിൽ രാഷ്ട്രീയമാകാം വ്യക്തിപരമാകാം. അതൊക്കെ പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്തെടുത്ത് ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് കൊലപാതകങ്ങൾ എന്നൊക്കെ പറയാമോ എന്നാണ് ജയിക്കിൻ്റെ ഒരു ചോദ്യം. അല്ല, പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം അതിനെ ലഘൂകരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കൊലപാതകം, ഇത്തരത്തിൽ ഭീകരമായൊരു കൊലപാതകം നാട്ടിലുണ്ടായാൽ CPM-ന്റെ ഉന്നത നേതൃത്വം അപ്പം തന്നെ അറിയുമല്ലോ. CPM-ന്റെ ഉന്നത നേതൃത്വം അപ്പം തന്നെ അറിയുന്നൊരു കേസിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പോയിട്ട് അതിനകത്ത് ഇടപെടുന്നു, മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ, അത് പാർട്ടി അറിയാതെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, ഇല്ലേ? പിന്നെ ബഹുമാനപ്പെട്ട CPM-ന്റെ പകുതി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി മറുപടി വന്നോട്ടെ. രക്തസാക്ഷികളുടെ സ്തൂപങ്ങളെ കൊണ്ട് തൃശ്ശൂർ നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. അറിയുമല്ലോ. പാനൂർ സ്ഫോടനത്തിൽ, മറ്റേ ബോംബുണ്ടാക്കുന്നതിനോട് ഉണ്ടായിരുന്ന സ്ഫോടനത്തിൽ പെട്ടവരെ രക്തസാക്ഷികളായി കഴിഞ്ഞാൽ അറിയും. അതിനു മുമ്പ് മറ്റൊരു സ്ഫോടനത്തിൽ മരിച്ചുപോയവർ, ബോംബുണ്ടാക്കുന്നതിനിടയ്ക്ക് മരിച്ചുപോയ രക്തസാക്ഷികളായിട്ട് സ്തൂപങ്ങൾ ഉണ്ടായില്ലേ? ഇങ്ങനെ ബോംബുണ്ടാക്കാനും ക്രിമിനൽ വൽക്കരണം നടത്താനും വേണ്ടിയിട്ട് ഒരു പാർട്ടി തുനഞ്ഞിറങ്ങിയാൽ പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മക്കളെ, നേതാക്കന്മാരുടെ മക്കളൊന്നുമില്ലല്ലോ,
മരിക്കുന്നതും കൊല്ലപ്പെടുന്നതിലും നേതാക്കന്മാരുടെ ഒരു മകനുമില്ല. അവരെ ഉപയോഗിച്ച് ബോംബ് നിർമ്മാണം ഉണ്ടാക്കി ആ ബോംബ് പൊട്ടിത്തെറിച്ചും മരിച്ചു പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രക്തസാക്ഷി സ്തൂപങ്ങൾ കൂടുന്ന എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ധീരജിൻ്റെയും അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വമൊക്കെ പറഞ്ഞു. ധീരജിൻ്റെ രക്തസാക്ഷിത്വത്തിൽ അദ്ദേഹത്തിന് പറയുന്ന ഈ കത്തി പോലും കണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അഭിമന്യുവിൻ്റെ കൊലപാതകി അവസാനം മടുത്തു കഴിഞ്ഞപ്പോൾ, റെസ്റ്റ് എടുത്ത് മടുത്തു കഴിഞ്ഞപ്പോൾ വന്നിട്ട് കീഴടങ്ങുകയായിരുന്നു. ബഹുമാനപ്പെട്ട CPI പ്രതിനിധിക്ക് ഇത്ര വലിയ ആത്മരോഷം ഉണ്ടെങ്കിൽ നേരെ വെച്ചുപിടിച്ച് ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ ചെന്ന് നിൽക്കണം. എന്നിട്ട് അങ്ങ് ചോദിക്കണം, അല്ലയോ മുഖ്യമന്ത്രി, ഞങ്ങളുടെ സ്വന്തം പ്രവർത്തകരെ കൊന്നിട്ട് പോലും അവരെ പോലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാത്ത അങ്ങ് എന്തിനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് അങ്ങ് ചോദിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നത് കൃത്യമായിട്ട് ബോധ്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല എന്തിനു വേണ്ടിയാണ് കേരളത്തിൽ ഗവൺമെന്റ് പീഡർമാരും മുഴുവനുള്ള ഒരു സംവിധാനത്തിൽ, ഈ സോളിസിറ്റർ ജനറൽ വരെയുള്ള സംവിധാനത്തിൽ നിങ്ങൾ എന്തിനാണ് ഏറ്റവും മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ വരെ പോയി CBI അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചത്? ഇവിടെ ചോദിച്ചല്ലോ, ഞാൻ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിലപാട് CPM ഉണ്ടായിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് സത്യമാണ്. ഞങ്ങൾക്ക് CBI രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഞങ്ങൾക്ക് പരാതിയുണ്ട്. പക്ഷെ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ കേസിലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിഷ്ണുപ്രിയയുടെയും എല്ലാം കേസിലും CBI വരണം എന്ന് പറഞ്ഞിരുന്നല്ലോ. മാത്രമല്ലല്ലോ, ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ് മുതലുണ്ടായപ്പോൾ അവിടെയെല്ലാം കത്തയച്ച് CBI വരണം എന്നാവശ്യപ്പെട്ട അദ്ദേഹമല്ലേ. അവസാനം സ്വന്തം പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് അശോക് ചവാൻ വിളിച്ച് കരഞ്ഞു എന്ന് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ പോലെ CPM-ലെ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും കാലത്ത് പിണറായി വിജയൻ വിളിച്ച് കരഞ്ഞു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും ഇല്ലേ? പിണറായി വിജയൻ അങ്ങനെ കരഞ്ഞത് കൊണ്ടാണോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തൻ്റെ ബാഗാണ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ പോയതെന്ന് പറഞ്ഞിട്ടും ലൈഫ് അഴിമതി കേസിൽ താനാണ് അതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ പോലും ഈ CBI-യും ED-യും NIA-യും കസ്റ്റംസും ഒന്നും നിങ്ങളുടെ ബാഗായിരുന്നോ മുഖ്യമന്ത്രി? അതോ നിങ്ങൾ ഇരുന്ന മീറ്റിംഗിലല്ലേ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി എന്ന് പോലും ചോദിക്കാത്തത്? നേരെ അവിടെ പോയി കീഴടങ്ങിക്കൊണ്ടാ. അതുകൊണ്ടാണ് RSSന്റെ 2 നേതാക്കന്മാരെ 10 ദിവസത്തിനുള്ളിൽ കണ്ട ADGP ഇന്ന് DGP-യുടെ പ്രൊമോഷൻ ആയിട്ടിരിക്കുന്നത്. RSSനെ പേടിച്ചല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? RSSുമായിട്ട് സെറ്റിൽ ചെയ്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൂടും കിടക്കയും കൂട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ച് വിദേശയാത്രയ്ക്ക് പോയ ഈ RSSനെ കണ്ടാൽ ഭയക്കുന്ന ആളാണോ RSSനെ പോരാടാൻ വരുന്നത്? നിങ്ങൾ മരണപ്പെട്ടതും നിങ്ങൾ കൊല്ലപ്പെട്ടതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ നിങ്ങളുടെ കുടിപ്പകയിലാണ്. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു കൊന്നൊന്നുമല്ല, കുടിപ്പക പറഞ്ഞ് RSSും CPM-ഉം തമ്മിലടിച്ച് കൊന്നിട്ടുണ്ട് കുറെ പേരെ ഇല്ലേ? നിഖിൽ പൈലയുടെ കാര്യത്തിൽ ഉണ്ടെന്ന് പറയുന്നത്, കുറ്റപത്രത്തിൽ പറയുന്നത് പോക്കറ്റിൽ മടക്കി വെച്ച പേന കത്തിയെടുത്ത് കുത്തിയതാ പറയുന്നത് ഇല്ലേ? ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിലിനെ കുത്തിയതും പേന കത്തിയായിരുന്നു. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർക്ക് ഉള്ള പോലും നീതി മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് നിങ്ങൾ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ഈ പ്രതികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? ആ പ്രതികൾ സ്വന്തം നിലയ്ക്ക് കോടതിയിൽ പോട്ടെ. ഇപ്പോഴും ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്താ? ഞങ്ങൾ അപ്പീൽ കൊടുക്കും. ആർക്കെതിരെ? ഈ പറയുന്ന പാവപ്പെട്ട 2 പിള്ളേരെ കൊന്നതിന്റെ കേസിലെ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടതിന് എതിരായിട്ട് അപ്പീൽ കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവർ പറയട്ടെ, ദാ ഇന്ന ആൾക്കാർ പ്രതികളല്ല, ഇന്ന ആൾക്കാർ പ്രതികളാണ് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പൊ CPM അനുസരിപ്പിച്ച് നടപ്പിലാക്കിയ സംഭവമാണെന്ന് കുറെ കൂടി ബോധ്യപ്പെടും. ഇവർക്ക് എങ്ങനെയാണ് ഇന്നാള് പ്രതികളാണെന്നും മറ്റുള്ള ഇന്ന ആൾക്കാർ പ്രതികളല്ല എന്ന് പറയേണ്ടി വരുന്നത്? പറയാൻ ഇവർക്ക് കഴിയുമെങ്കിൽ അത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്നുള്ള ഓണസ്റ്റ് അഡ്മിഷൻ അല്ലേ? അത് ഓണസ്റ്റ് അഡ്മിഷൻ ആയിട്ടല്ലേ പറഞ്ഞത്? പാർട്ടി ഞാൻ ചോദിക്കട്ടെ, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്തായിരുന്നു നിലപാട്? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഫണ്ട് ശേഖരണം നടത്തിയില്ലേ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി? ആ പ്രതികളെ ഉൾപ്പെടെ മുഴുവൻ ന്യായീകരിച്ചവരല്ലേ? ഒരു കോടതി ശിക്ഷിച്ചിട്ട് പോലും ആ ശിക്ഷിക്കപ്പെട്ട ആള് ഈ നിരപരാധിയാണെന്ന് പറയും, അദ്ദേഹം മഹാമാനുഷ്യനാണെന്ന് പറഞ്ഞ് അവിടെ ആദരാഞ്ജലി അർപ്പിക്കുന്നതും ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരല്ലേ? കൊലപാതകം, കത്തിയുടെ ചോരയുടെ മണം കണ്ട് അറപ്പ് മാറാത്ത ക്രിമിനലുകളാണ് CPM. അറപ്പ് മാറാത്ത ക്രിമിനലുകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭീകരവാദികളെ പ്രഖ്യാപിക്കണം. ഈ നാടിന് ആപത്താണ്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറയുന്ന നിരപരാധികൾ ആരാണ്? ആ നിരപരാധികൾ നിങ്ങൾ പറയുന്ന പോലെ KV കുഞ്ഞിരാമനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും, അതായത് CBI പിന്നീട് കണ്ടെത്തിയവർ മാത്രമാണോ?
അതല്ല നിലവിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ഈ കൊലക്കുറ്റത്തിന് നേർക്കുനേരെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ നിരപരാധികളാണെന്ന വാദം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഭാഗികമായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തും മറുപടി പറഞ്ഞതുമാണ്. പക്ഷേ രണ്ട് സഹപാനലിസ്റ്റുകളും മാധ്യമപ്രവർത്തകന്റെ രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ സന്ദേഹത്തെയൊക്കെ സത്യസന്ധമായ ഒരു പ്രതികരണമായി ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ മറുപടി പറയാനുള്ള സമയം തരണം. ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 12 മിനിറ്റ് രണ്ടുപേരൂടെ ചേർന്ന് CPIഎമ്മിന് തൂക്കുകയർ വിധിക്കാൻ ഈ അവരവരുടെ അവസരത്തെ ഉപയോഗിച്ചു. എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. തിരികെ മറുപടി പറയാൻ പാതി സമയം തന്നാൽ മതി. രണ്ടുപേർക്ക് കൂടെ അനുവദിച്ച 12 മിനിറ്റിനകത്തൊരു 6 മിനിറ്റ് CPIഎമ്മിനെതിരെ രണ്ടുപേരോടെ മത്സരിച്ച് ഭർസനം നടത്തിയല്ലോ, അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തന്നാൽ മതി. ബഹുമാനിയനായ മാധ്യമപ്രവർത്തകൻ, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പരിചയമില്ല. ചരിത്രബോധമുള്ള ആളാണ്. CPM വിട്ടയാളാണ് അദ്ദേഹം. ഞാൻ എന്നാൽ തെറ്റിദ്ധരിച്ച് കേട്ടതാണ്. എനിക്ക് മനസ്സിലാക്കുന്നു. കൊയിലാണ്ടി, കോഴിക്കോട്. അപ്പോ ബഹുമാനീയനായ ഈ പറയുന്ന സഹപാനലിസ്റ്റും കോൺഗ്രസ് നേതാവും, അപ്പോൾ ഇവർ രണ്ടുപേരുടെ അവർക്ക് ഈ ex-CPIഎം എന്ന് നിങ്ങൾ പറഞ്ഞ ആൾക്ക് അന്യാദൃശ്യമായ ചരിത്ര ബോധമുണ്ടെന്ന് വേണം കരുതാൻ. അദ്ദേഹം എന്തുകൊണ്ട് കോഴിക്കോടുകാരനായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നു, എനിക്ക് സത്യസന്ധമായി ഇപ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ 2 വാചകത്തിന് മാത്രമേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നു, ശക്തി കേന്ദ്രങ്ങളിൽ ഈ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും മത്സരവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് എന്ന്. ഞാൻ അങ്ങ് മീഡിയ വൺ ചാനലിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ, അങ്ങയോട് ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, കേരളത്തിലെ CPIഎമ്മിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമല്ലേ പിണറായിയും പയ്യന്നൂരും കയ്യൂരും ചീമേനിയും ഒക്കെ? അവിടെയൊക്കെ ആരാ കൊല്ലപ്പെട്ടത്? 2016 ശേഷമല്ലേ പയ്യന്നൂർ DYFIയുടെ ഉശിരനായ പ്രവർത്തകനായിരുന്ന സഖാവ് ധനരാജിനെ സംഘപരിവാരം കൊലപ്പെടുത്തുന്നത്? 2016 ബഹുമാനപ്പെട്ട ex-CPIഎം എന്ന ആലങ്കാരികതയോടുകൂടെ ഇപ്പൊ മീഡിയ വണ്ടെ ഓശാനം പറ്റി വന്നിരിക്കുന്ന മാന്യൻ അദ്ദേഹം മനസ്സിലാക്കണ്ടേ, കണ്ണൂർ ജില്ലയിൽ പിണറായി മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലല്ലേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന അന്നത്തെ ദിവസം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ കൊന്നുകളഞ്ഞത്? ഓശാരം എന്നുള്ള വാക്ക് പിൻവലിക്കണം. അദ്ദേഹം സമയം ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് മീഡിയ വണ്ണിന് വേണ്ടി, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഓശാരം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. അല്ല, പക്ഷെ മീഡിയ വൺ നൽകിയ സമയം ഉപയോഗിച്ച് അദ്ദേഹം ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത പച്ചക്കള്ളം, ഹീനമായ നുണ, മിനിമമായ ഭാഷയിൽ പറഞ്ഞ വൃത്തികേട് ഇരുന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഓശാരം പറ്റിയെന്ന് തന്നെ പറയേണ്ടതായി വരും. കാരണം ഞങ്ങൾക്ക് പൊള്ളുവേ ഈ സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പയ്യന്നൂർ ആരുടെ ശക്തി കേന്ദ്രമായ നേതാവേ ഒന്ന് പറഞ്ഞാട്ടെ? പിണറായി ആരുടെ ശക്തി കേന്ദ്രമായ നേതാവേ ഒന്ന് പറഞ്ഞാട്ടെ? കയ്യൂരും ചീമേനിയും മുനയംകുന്നും ആരുടെ ശക്തി കേന്ദ്രമാണ് നേതാവേ എന്ന് പറയട്ടെ? അങ്ങേക്കറിയില്ലേ, ഇന്ന് ആ ഗ്രാമപഞ്ചായത്ത് CPIഎം ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ പല വാർഡിലും 1ഉം 2ഉം വോട്ട് മാത്രമേ കോൺഗ്രസിന് ലഭിക്കുന്നുള്ളൂ. എങ്ങനെയാ ശക്തി കേന്ദ്രമായത്? M കോറിനും C കോറിനും ആലവളപ്പിൽ അമ്പുവും കൃഷ്ണനും കുമാരനും. എങ്ങനെയാ ഇവിടെ ഇരുന്ന് സമാധാനം പ്രസംഗിച്ച ജെയ്സി തോമസ് പറയുന്നത് CPIഎമ്മിന്റെ മേന്മയായിട്ട് വിശദീകരിക്കരുത്. ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് 1-2 വോട്ടേ കിട്ടുള്ളൂ. എതിർ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പാർട്ടി ഗ്രാമം, കുത്തക, കോട്ട എന്നൊക്കെ NV ബാലകൃഷ്ണൻ വിശദീകരിച്ചത്. ഞാൻ അങ്ങയോട് പറഞ്ഞു, നിങ്ങൾ 2 പ്രതിനിധികൾക്കും കൊടുത്ത 12 മിനിറ്റിൽ പകുതി എനിക്ക് തന്നാ മതി. അങ്ങ് ഇടപെട്ട് കണ്ടതേയില്ല. അങ്ങ് പച്ചക്കള്ളവും നുണയും കേട്ടോണ്ടിരുന്നു. അങ്ങേക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. കാരണം എന്താ, അവർ പറഞ്ഞത് കള്ളവും നുണയുമാണെന്ന് എന്റെ മാത്രം വിലയിരുത്തലായിരിക്കുമല്ലോ. അങ്ങയുടെ മാധ്യമ പ്രവർത്തകല്ലേ അപാരമായ നിഷ്കളങ്കത കൊണ്ട് അങ്ങേക്ക് ബോധ്യപ്പെടില്ല. പക്ഷെ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവർക്കൊക്കെ കൊടുത്തതിന്റെ പകുതി സമയം നൽകാനുള്ള ഒരു മര്യാദ, ഒരു നിഷ്പക്ഷത കാണിക്കണം. ഞങ്ങൾക്ക് കൊള്ളും. ഇത് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കഥയാ പറയുന്നത്. അല്ല, ഞാൻ അങ്ങ് വീണ്ടും അങ്ങനെ ഇടപെടേണ്ടതില്ല. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. കോൺഗ്രസിന് വോട്ട് കിട്ടാത്ത ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല. ആ സ്ഥലത്ത് ആരാ കൊല്ലപ്പെട്ടത്? ആരായിരുന്നു? M കോറിനും C കോറിനും ആലവളപ്പിൽ അമ്പുവും കുമാരനും കൃഷ്ണനും ആരായിരുന്നു? അങ്ങേക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം. പാർട്ടി ആഫീസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പോ ഈ സമാധാനം പ്രസംഗിച്ച നേതാവിന്റെ പാർട്ടിയായ കോൺഗ്രസ് ആഫീസിന് തീയിട്ടു. പാതിവെന്ന ശരീരവുമായി ഇറങ്ങി ഓടിയപ്പോൾ ആളെ വെട്ടിക്കൊന്നു. ആ കയ്യൂര് ഞങ്ങളുടെ സ്ഥലമായി മാറിയത് എങ്ങനെയാ? അറപ്പ് മാറി കൊന്നുകളഞ്ഞ കോൺഗ്രസിനെ കണ്ട അറപ്പ് മാറിയപ്പോൾ ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞ് ഞങ്ങളുടെ ഭാഗമായതാണ്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞു വന്നപ്പോ നേതാക്കന്മാരാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാവ് അല്ലേ? അങ്ങേക്ക് ചരിത്രബോധമില്ലെങ്കിൽ അത് അറിയാവുന്നവനെ വിളിച്ചു ചോദിക്കണം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറെ കൊന്നുകളഞ്ഞിട്ടുണ്ട് നിങ്ങൾ. ഈ തൃശൂർ നഗരത്തിൽ പേരെന്താ, അഴീക്കോടൻ രാഘവൻ MLA നിങ്ങൾ കൊന്നിട്ടുണ്ട്. അറിയുമോ കോൺഗ്രസ് നേതാവേ? ആ കേസിൽ 1ാം പ്രതിയായിരുന്ന മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതാവ് ജയിലിൽ കിടന്നു. ആരായിരുന്നു? സഖാവ് കുഞ്ഞാലി ഏറനാടിന്റെ ചെഗുവേര. MLA നേതാവാണോ? ഇടതുമുന്നണി കൺവീനർ നേതാവാണോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ പയ്യന്നൂർ രാമന്തളിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് OK കുഞ്ഞിക്കണ്ണന് ഇതേ സംഘം ഈ കോൺഗ്രസ് നേതാവിന്റെ ഘടകകക്ഷിയായി മുസ്ലിം ലീഗ്
വെട്ടിക്കൊന്നു. MLA-മാരായിരുന്ന അഹമ്മൂദ് അബ്ദുൽ ഖാദറിനെയും ഈ കൊടുങ്ങല്ലൂർ തൃശൂർ ജില്ലയിൽ വെട്ടിക്കൊലപ്പെടുത്തി. ആരായിരുന്നു? ചാവക്കാട് നഗരസഭ ചെയർമാൻ, അങ്ങേക്കറിയുമോ? KP വത്സലൻ. ആരാ കൊന്നത്? ഈ കോൺഗ്രസും ലീഗും ചേർന്ന. കേരളത്തിൽ MLA-യും നഗരസഭാ ചെയർമാനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെയും കൊന്നുകളഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു വിവരക്കേട് വിളിച്ചു പറയുന്നു. കേൾക്കാൻ വേറെ ആളെ നോക്കണം. ചരിത്രം അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചു പഠിക്കണം. വേറെന്തെങ്കിലും പേരിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഭർസിക്കാൻ പാടില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതൊക്കെ സ്വാഭാവികമായി സാംസ്കാരിക രംഗത്തെയും കവികളുടെയും സാഹിത്യ നായകന്മാരുടെയും ഇടപെടൽ കൊണ്ട് കേരളത്തിൽ കൊലപാതകം സ്വാഭാവികമായി തീർന്നു പോയതാണെന്നല്ലേ? ഏത് ബോധ്യം വെച്ചിട്ടാ പറയുന്നത്? ഈ കാലയളവിൽ 10 പേരിലധികം CPIM നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു 5 പേരുടെ പേര് പറയാൻ കഴിയുമോ? ഹക്ക്, മിഥിലാജ്, കായംകുളത്ത് സിയാദ, തൃശ്ശൂര് സനൂപ്, അതേപോലെ വളാങ്കിച്ചാൽ മോഹനൻ, പയ്യന്നൂർ ധീരജ, ഇവരെയൊക്കെ ആരാണ്? കോൺഗ്രസും RSSും ചേർന്ന് കൊന്നുകളഞ്ഞതാ. ഞങ്ങൾ തിരികെ അതേ പ്രതികരണം നടത്തിയോ? നടത്തിയില്ല. അന്യാദൃശ്യമായ പർവ്വത സമാനമായ ക്ഷമയോടുകൂടെ ഈ കൊലപാതകങ്ങളെ ഞങ്ങൾ ഏറ്റുവാങ്ങി. ഞങ്ങൾ മിണ്ടാതിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോഴത്തെ അന്തരീക്ഷം ഉണ്ടായത്? ഏതെങ്കിലും കവിയോ സാഹിത്യകാരനോ അവരെ ഒന്നും മോശക്കാരായിട്ടല്ല, അവർക്ക് ആർക്കെങ്കിലും പ്രത്യേകമായ ഇടപെടൽ വഴി ഇല്ലാതായതാണോ? ഇവർ കൊന്നു തീർത്തപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കൊല്ലപ്പെട്ട മനുഷ്യർ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർ കൊല്ലപ്പെടാൻ പാടില്ല, നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല. നിങ്ങൾ ആ കണക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പെരിയ ഇരട്ടക്കൊലയിലെ ചോദ്യങ്ങളിൽ നിന്ന് മാറാൻ പാടില്ല. നിങ്ങളും കൊല്ലാൻ പാടില്ല, നിങ്ങൾ കൊല്ലാനും പാടില്ല നിങ്ങൾ ഭരിക്കുമ്പോൾ. അത് ഉറപ്പുവരുത്തേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പെരിയ കൊലക്കേസിൽ നിങ്ങൾ നിരപരാധികൾ എന്ന് പറയുന്ന ആരാണ്? നേർക്ക് നേരെ ഡയറക്റ്റ് അറ്റാക്കിൽ പങ്കെടുത്ത ആളുകൾ നിരപരാധികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ സംശയങ്ങൾ കിടമില്ലാത്ത വണ്ണം പറഞ്ഞല്ലോ. CPIM നേതൃത്വം നൽകുന്ന ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് അന്വേഷിച്ച് നൽകിയ പ്രതിപട്ടികയല്ലേ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിലെ ഭൂരിപക്ഷം ശരികളോടുമല്ലേ ഇന്ന് കോടതി വിധി പ്രസ്താവത്തിലൂടെ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഡയറക്റ്റ് അറ്റാക്കിൽ പങ്കെടുത്ത 2ാം പ്രതിയെ രക്ഷിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്തിനു പോയി ജെക്സി തോമസ്? ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സംഘത്തിന്റെ ഇപ്പൊ വന്നിട്ടുള്ള ഈ സംഘത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ തരത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെ സംബന്ധിച്ച പാർട്ടി നേതൃത്വത്തെ കേസിൽ കുടുക്കിയെങ്കിൽ മാത്രമേ രാഷ്ട്രീയമായി വേട്ടയാടാൻ വേണ്ടി കഴിയൂ. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന കുറ്റമില്ല, കുഞ്ഞിരാമനെതിരെ ഗൂഢാലോചന കുറ്റമില്ല. അദ്ദേഹത്തിനുള്ള ഒരേ ഒരു കേസ്, ഈ കേസിൽ ഡയറക്റ്റ് അറ്റാക്കിൽ പങ്കെടുത്ത 2ാം പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പോയി, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. അതാണ് കേസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രശ്നം ക്രൈമല്ല, അദ്ദേഹത്തിനെതിരായുള്ള ക്രൈമല്ല, അയാളെ രക്ഷിക്കാൻ, ഡയറക്റ്റ് അറ്റാക്കിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ എന്തിന് കുഞ്ഞിരാമൻ ശ്രമിച്ചു? ഞാൻ പറഞ്ഞുവല്ലോ, ഈ കേസിൽ പോലീസ് തയ്യാറാക്കിയ പ്രതിപട്ടികയിലുള്ളവരെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വം ആ സമയത്ത് തന്നെ തീരുമാനം പ്രഖ്യാപിച്ചു. പക്ഷെ പിന്നീട് എന്താണ്? പോലീസുമായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ, എത്രയോ കൊലപാതക കേസുകളുടെ മറവിൽ, വ്യാജമായി സൃഷ്ടിച്ച തീർപ്പുകളുടെ മറവിൽ പോലീസ് കണ്ടെത്തിയ 2ാം പ്രതിയെ, ഈ കേരള പോലീസ് കണ്ടെത്തിയ 2ാം പ്രതിയെ രക്ഷിക്കാൻ എന്തിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ് പോയി എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നു, ആ കാര്യത്തിനകത്ത് പോലീസുമായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ ഇത്തരം പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോഴാണ് ആ കോൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്നത്? ഇതിന്റെ മറവിൽ CPIM-ന്റെ പാർട്ടി ഓഫീസ്, CPIM-ന്റെ നേതൃത്വത്തെ കേന്ദ്രീകരിച്ച് പാർട്ടിയെ കരിവാരിത്തേക്കാനുള്ള ഒരു ഗൂഢാലോചന വന്നാൽ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇവിടെ പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കൊന്നവരെ ആ പോലീസ് പിടികൂടിയാൽ അതെങ്ങനെയാണ് പാർട്ടിയെ കരിവാരിത്തേക്കിലാവുക? ഞാൻ അങ്ങയോട് ആവർത്തിച്ച് പറഞ്ഞു, അപ്പൊ 2ാം പ്രതി കുറ്റക്കാരനല്ലെന്ന അഭിപ്രായമുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പോലീസ് കണ്ടെത്തിയ ആളെയാണ് പോലീസ് സ്റ്റേഷനിൽ രക്ഷിക്കാൻ വേണ്ടി KV കുഞ്ഞിരാമൻ പോയത്. അതെന്തിനാണെന്നാണ് എന്റെ ചോദ്യം. രാജു പിതാർ പ്ലീസ്. എനിക്ക് വിലയില്ലേ? രാജു പിതാർ പ്ലീസ്, നിങ്ങൾ പരസ്പരം സംസാരിക്കില്ല. അല്ലല്ല അത് സമ്മതിക്കില്ല. രാജു പിതാർ പ്ലീസ് 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 രാജു പിതാർ പ്ലീസ്. അല്ലല്ല രാജു പിതാർ അത് സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾ പരസ്പരം സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കരുത് പ്ലീസ്. ജെയ്സി തോമസ് എന്റെ ചോദ്യത്തിലേക്ക് വരും പ്ലീസ്.
ജെക്സി തോമസ് എന്തിനാണ് ഈ പോലീസ് അങ്ങ് കണ്ടെത്തിയ കേട്ടില്ലേ? രണ്ടാം പ്രതിയെ അങ്ങ് രക്ഷിക്കാൻ പ്രതികരണത്തെ ജില്ലാ സെക്രട്ടറി അങ്ങ് തള്ളിക്കളയുന്നുണ്ടോ? പോകുന്നത്? ഞാൻ നീന്നൊന്നും വിളിച്ചിട്ടില്ല. അല്ല, എന്റെ ചോദ്യം ആങ്കർ ഇതിന്റെ മോഡറേറ്റർ ആണോ? അല്ല രാജു പി നായർ, ഞാൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്താണ്. ജയിക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ, പ്ലീസ്. പാതി പ്രായമില്ലാത്ത എന്നെ കോൺഗ്രസ് നേതാവ് നീ എന്ന് വിളിച്ചതിൽ ആങ്കർക്ക് വിഷമില്ലേ? ഞാൻ അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പകുതി അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. ജയിക്ക് ഇതിന് മറുപടി പറയൂ, പ്ലീസ്. കോൺഗ്രസ് ഞാൻ നേതാവ് നീ അങ്ങയെ എന്ന് വിളിച്ചതിൽ ആങ്കർക്ക് വിഷമമില്ലേ? അല്ല, ജയിക്ക് നാക്ക് വളയ്ക്കുന്ന കള്ളത്തരം പറയാൻ വേണ്ടി ആവരുത്. നാക്ക് വളയ്ക്കുന്ന കള്ളത്തരം പറയാൻ വേണ്ടി നിങ്ങളെ ഞാൻ നീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് മാപ്പ് പറയാം. അതിന്റെ ഞാനങ്ങനെ കേട്ടിട്ടില്ല. നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ ചോദ്യത്തിലേക്ക് വരും, പ്ലീസ്. ജയിക്ക് തോമസ്, പ്ലീസ്. ക്ലാസ് മേടിച്ചവരല്ലേ ഞാൻ കോൺഗ്രസ് ഓക്കെ ജയ്ക്ക് പ്ലീസ്. എനിക്കറിയാം ജയ്ക്ക് പ്ലീസ് എന്റെ ചോദ്യത്തിലേക്ക് വരൂ. സമയമില്ല, അതുകൊണ്ടാണ്. വയനാട് DCC ട്രഷറുടെ കുടുംബത്തിന്റെ വീട്ടിൽ പോയി പറയണം. ജയ്ക്ക് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, എന്തിനാണ് ഇല്ല. രണ്ടാം പ്രതിയെ രക്ഷിക്കാൻ ഇപ്പൊ അങ്ങ് കെ വി പറഞ്ഞല്ലോ. കുഞ്ഞിരാമൻ പോയത്? അല്ല, ഒറ്റ വാചകം പറഞ്ഞത് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങ് CPM-ന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അന്തസ്സുള്ള കോൺഗ്രസ്സുകാരനാണ്. വയനാട് ഇന്നൊരു DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അയാളുടെ കുടുംബത്തിന്റെ വാതൊക്കെ പോയെന്ന് പറ. നട്ടല് നിവർത്തി കാശ് വാങ്ങാത്ത ഉത്തരവുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. ചർച്ച അവസാനിക്കണം. എന്തിനാണ് രണ്ടാം പ്രതിയെ രക്ഷിക്കാൻ കെ വി കുഞ്ഞിരാമൻ ശ്രമിച്ചത്? സ്വന്തം അണികൾക്ക് കഞ്ചാവ് കച്ചവടം. നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ കഞ്ചാവ് കച്ചവടം. ഓക്കെ, നിങ്ങൾ പരസ്പരം സംസാരിക്കല്ലേ, ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോല്ലേ, പ്ലീസ് പ്ലീസ്. ജയിക്കന്റെ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ജയിക്കന്റെ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? അല്ലല്ല, കൂടെ കൊടി പിടിച്ച DCC ട്രഷറർ കോൺഗ്രസ്. ഞാൻ ആ ചോദ്യം ഉപേക്ഷിക്കുകയാണ്. അങ്ങ് അതിന് മറുപടി പറയാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത്. കരുത്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ രണ്ടാം പ്രതി ഡയറക്റ്റ് കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുഞ്ഞിരാമനെതിരായ കേസെങ്കിൽ ഇവിടെ രാജു പി നായർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഗൂഢാലോചന പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അറിഞ്ഞാണ് എന്നൊരു തെളിവാണ്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ അങ്ങ് വയനാട് DCC ട്രഷറർ അല്ല, അങ്ങയോട് ചോദിക്കുമ്പോ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഏത് പ്രതി? നിങ്ങളുടെ പോലീസ് പ്രതിയാക്കി. പ്ലീസ് രാജു പി നായർ, പ്ലീസ് വഴങ്ങും. നിങ്ങൾ പരസ്പരം സംസാരിക്കരുത്. ശ്രീ ബാലകൃഷ്ണൻ പറയൂ. എനിക്കത് അങ്ങയോട് എനിക്ക് വിയോജിപ്പില്ല. അങ്ങ് ട്രഷറുടെ വീട്ടിൽ പോയത് പറഞ്ഞാൽ മതി. ഞങ്ങൾ കോൺഗ്രസ് കാശ് വാങ്ങിച്ചിട്ടില്ല. ട്രഷറും മകനും വെറുതെ ആത്മഹത്യ ചെയ്തതാണ്. അത് നമ്മുടെ വിഷയം. വയനാട് എന്റെ സമയമാണ്. പ്ലീസ് ഒന്ന് വോളിയം കുറയ്ക്കും പ്ലീസ്. അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല. അത് നിങ്ങൾ തമ്മിലുള്ള കാശ് കൊടുപ്പിന്റെ പ്രശ്നമാണ്. ശരി ബാലകൃഷ്ണൻ തുടരൂ. ഒന്നും നിങ്ങൾ എന്റെ സമയത്ത് കയറി സംസാരിക്കല്ലേ, മര്യാദകൾ കാണിക്കല്ലേ. ഒന്ന് നിർത്ത്. ശരി പറയൂ ബാലകൃഷ്ണൻ. ഞാൻ ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടില്ല. അതായത് ഈ ജില്ലാ സെക്രട്ടറി ഈ രണ്ടാം പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ആ ഗൂഢാലോചനയിൽ ജില്ലാ നേതൃത്വമെങ്കിലും പങ്കാളിയായിരുന്നു എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്നതാണോ? സംശയമില്ലാതെ പറയാം. അതിനു മുമ്പ് ഞാൻ ജെയ്സി തോമസിനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ സാധാരണ ചർച്ചകളിൽ ശരിയായതും തെറ്റായതുമായ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അത് നമുക്ക് നല്ല ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്. ജെയ്സി തോമസ് പറഞ്ഞത് രാജു പി നായരുടെ പകുതി പ്രായമില്ലാത്തെന്ന് പറഞ്ഞല്ലോ. ജെയ്സി തോമസ് ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്കണം. എന്റെ ശരീരത്തിലെ ഈ മുഖത്തൊക്കെയുള്ള രോമങ്ങളൊക്കെ പൂർണ്ണമായി വെളുത്തിട്ടുണ്ട്. ജെയ്സി തോമസിനേക്കാൾ ഇരട്ടി വയസ്സ് ഒരുപക്ഷെ എനിക്കുണ്ടാവും. ഒരുപക്ഷെ ജെയ്സി തോമസ് SFIയുടെയും അതുപോലെ തന്നെ DYFIയുടെയും ഒക്കെ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിന്റെ എത്രയോ കാലം മുമ്പ് ആ കമ്മിറ്റികളിലൊക്കെ ഇരിക്കുകയും കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ സമര സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതിന്റെ ഭാഗമായി DYFIയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായും അതുപോലെ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായും ഒക്കെ പ്രവർത്തിച്ച് CPM-ൽ ഒരുപക്ഷെ താങ്കളെക്കാൾ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളോടാണ് സംസാരിക്കുന്നത് ഒരു മര്യാദ വെച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ശരി. അങ്ങനെ സംസാരിക്കാൻ നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുന്നതിന് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞത് എന്നുള്ളത് സംസാരിക്കും. അങ്ങ് ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ പല ഈ വാചകം പറയാൻ പാടില്ല എന്ന് പിൻവലിക്കാം. ഏതായിരുന്നു ഞാൻ പറഞ്ഞ
അല്ല ഞാൻ താങ്കൾ തുടങ്ങുന്നത് തന്നെ ഞാൻ എന്തോ ഓശാരം പറ്റി വന്നാണെന്നാണ്. എനിക്ക് തിരിച്ചു പറയാൻ അറിയാം. CPIMന്റെ ഓശാരം പറ്റി എന്തെങ്കിലുമൊക്കെ നേടാൻ നിൽക്കുന്ന ആളുകളാണ് ജെയ്സി തോമസ് എന്ന് വേണമെങ്കിൽ എനിക്ക് ആരോപിക്കാം. കാരണം എനിക്ക് ഈ പാർട്ടിയെ കുറിച്ചൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പറയാൻ പറ്റും. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോയില്ലല്ലോ. ഞാൻ വളരെ മാന്യമായി ജെയ്സി തോമസിന്റെ വാക്കുകൾ ചെയ്യുന്നത് അല്ലാതെ മറ്റു കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള ചാനലിലെ പ്രായം അത്രയല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ഇനി ഒരുപാട് കാലത്ത് മനുഷ്യന്മാരൊക്കെ കാണണ്ടേ. അപ്പൊ ഒരു നല്ല ഭാഷയിലൊക്കെ സംസാരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഉത്തരം പറയാതിരിക്കുമ്പോൾ കൊഞ്ഞനും കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ ജെയ്ക്ക്. അതുകൊണ്ട് അതൊന്ന് ആലോചിക്കുന്നത് നന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്നോട് ചോദിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. നേരത്തെ അദ്ദേഹം ശക്തി കേന്ദ്രങ്ങളുടെ കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് കോഴിക്കോട് ജില്ലക്കാരനായ ഞാൻ അതിന്റെ മറുപടി പറയാനല്ലേ പോകുന്നത്. ജയിക്കെ പോകുന്നത്. അതൊന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കും. അതല്ലേ ഒരു ചർച്ചയുടെ സ്വഭാവം. നമ്മളൊരു സംവാദം എന്നല്ലേ നമ്മൾ CPM മാർക്സിസ്റ്റുകാർ പൊതുവെ പറയാ സംവാദം എന്നാണ്. സംവാദം എന്ന് പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറയുന്നു അങ്ങനെയാണല്ലോ. വായിത്തച്ച് മറുപടി വെറുതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് മറുപടി അല്ലല്ലോ. ശരി, എനിക്ക് നിവൃത്തിയില്ല. അദ്ദേഹം പറയുന്നത് CPMന് രക്തസാക്ഷികളില്ലെന്നോ CPMന്റെ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ലെന്നോ കരുതുന്ന ഒരാളല്ല ഞാൻ. അത്തരം ഒരുപാട് കൊലപാതകങ്ങൾ കണ്ട് എൻ്റെ മനസ്സ് ഒരുപാട് വിറങ്ങലിച്ചിട്ടുണ്ട്. ഞാൻ SFI പ്രവർത്തകനായിരിക്കുമ്പോൾ SFIയുടെ ഒട്ടനവധി പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൊലപാതകത്തിന് മുമ്പിലൊക്കെ സഹിക്ക വയ്യാത്ത രോഷത്തോടെ നിന്നിട്ടുണ്ട്. ഞാൻ ഈ കേരളത്തിൽ CPMന്റെ പ്രവർത്തകന്മാരെ ആരെയെങ്കിലും കൊല ചെയ്തില്ല എന്ന് പറഞ്ഞത് ജെയ്സി തോമസ് കേട്ടോ? പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ വിശകലനം ചെയ്ത് പരിശോധിച്ചാൽ എനിക്ക് സമയം തരുമെങ്കിൽ അജിംസ് സമയം തരുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രം പറയാം. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആരംഭിക്കുന്നതിൻ്റെയും അതിനുശേഷം നടന്ന കൊലപാതകങ്ങളുടെയും അപ്പുറത്തും ഇപ്പുറത്തും മരിച്ചവരുടെയൊക്കെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഒരു ഫുട്ബോൾ കമന്ററി പോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ടൊന്നും കിടക്കാത്ത. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. CPMുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്താ പറയുക? CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത് വയലിൽ പണിയെടുത്താൽ വരമ്പത്ത് കൂലി കിട്ടും എന്നാണ്. വയലിൽ പണിയെടുത്താൽ വരമ്പത്ത് കൂലി കിട്ടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജെയ്ക്സിന് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല. നാട്ടുകാർക്കൊക്കെ കൃത്യമായി മനസ്സിലായി. അതായത് CPMൽ ആരെങ്കിലും ഒന്നിനെ കൊല ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും വരമ്പത്ത് വെച്ച് മറ്റേയാൾ മരിച്ചു വീഴുന്നു. അതാണ് കേരളത്തിന്റെ അനുഭവം. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുപോലുള്ള ഒരുപാട് സ്കോർ ബോർഡുകൾ പ്രസിദ്ധീകരിച്ച കാലം ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്നവർ ഇന്ന് 2 RSS, ഇന്ന് 3 CPM, ഇങ്ങനെ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഒരു വിശ്വമാനവികയുടെ തത്വശാസ്ത്രമായിട്ടുള്ള മാർക്സിസത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് മനുഷ്യരെ കൊന്നിട്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള സമാധി അവർ എന്ത് തത്വശാസ്ത്രം എന്നാണ് പറയുക? ആ ചോദ്യം വളരെ വിശാലമാണ്. ആ ചോദ്യത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI എന്തോ അതിക്രിയ കാണിച്ചു എന്ന ചോദ്യത്തിന് ഇനിയും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ആ മറുപടിക്കുള്ള ചോദ്യങ്ങൾ വീണ്ടും വളരെ നന്ദി ശ്രീ NV ബാലകൃഷ്ണൻ, ശ്രീ രാജു P. നായർ, ശ്രീ ജെയ്സി തോമസ് ഇത്രയും സംസാരിച്ചതിന്